ബ്രിട്ടൻ പൊതു തെരഞ്ഞെടുപ്പിലേക്ക് ജൂലൈ 4-ന് ബ്രിട്ടനിൽ പൊതു തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു. പ്രധാനമന്ത്രി ഋഷി സുനക്കാണ് പ്രഖ്യാപനം നടത്തിയത്. വിവരങ്ങളുമായി ഐസൻ ജോസ് ചേരുന്നു. ഐസൻ, എന്താണ് വിവരങ്ങൾ? ലക്ഷ്മി, അല്പസമയം മുമ്പാണ് ഋഷി സുനക് ഇത് സംബന്ധിച്ച പ്രഖ്യാപനം നടത്തിയത്. പ്രഖ്യാപനത്തിൽ വളരെ കൃത്യമായി പറയുന്നു, ഇന്ന് രാവിലെ പ്രിൻസിനെ കണ്ട്, രാജാവിനെ കണ്ട്, ചാൾസിനെ കണ്ട് അസംബ്ലി പിരിച്ചുവിടുന്നതിന്, അതായത് ഹൗസ് ഓഫ് കോമൺസിനെ പിരിച്ചുവിടുന്നതിനുള്ള നിർദ്ദേശം നൽകി ഈ മാസം 30 ഹൗസ് ഓഫ് കോമൺസിനെ പിരിച്ചുവിടും എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത്. സ്വാഭാവികമായും നമുക്കറിയാവുന്നതാണ്, തുടർന്നുള്ള ആ ഒരു കാലഘട്ടത്തിൻ്റെ ആ ഒരു അളവാണ് കൃത്യമായും ജൂലൈ 4-ന് തെരഞ്ഞെടുപ്പ് നടക്കും എന്ന ഒരു സൂചന പുറത്തേക്ക് വരികയും അത് കൃത്യമായി പ്രഖ്യാപിക്കപ്പെടുകയും ചെയ്യുന്നത്. പ്രധാനമായും എടുത്തു പറയേണ്ടത് രണ്ട് പ്രധാന പാർട്ടികളാണ് ബ്രിട്ടനിൽ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത്. തെരഞ്ഞെടുപ്പിൽ ശക്തമായ സാന്നിധ്യമായി ഉണ്ടാകുന്നത് മറ്റ് രണ്ട് പാർട്ടികൾ കൂടിയുണ്ട്. സ്കോട്ടിഷ് നാഷണൽ പാർട്ടി, അത്തരത്തിലുള്ള രണ്ട് പാർട്ടികൾ വേറെയും ശക്തമായിട്ടുണ്ട്. ഇപ്പോൾ പുതിയ വിവരങ്ങൾ കൂടി പുറത്തു വരുന്നത്, ബ്രിട്ടനിലെ ലേബർ പാർട്ടിയുടെ അധികാരികൾ, ലേബർ പാർട്ടിയുടെ പ്രതിപക്ഷ നേതാവ് വളരെ കൃത്യമായ ചില മറുപടികളുമായി ഇപ്പോൾ രംഗത്തെത്തിയിട്ടുണ്ട്. ഈ കാത്തിരുന്ന നിമിഷം എന്നാണ് ലേബർ പാർട്ടി അധ്യക്ഷൻ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്, കെയർ സ്റ്റാമർ വ്യക്തമാക്കിയിരിക്കുന്നത്. ഈ രാജ്യം കാത്തിരുന്നൊരു നിമിഷമാണ് ഈ ജൂലൈ 4-ന് വരാനിരിക്കുന്നത് എന്നാണ്. വലിയ വിമർശനങ്ങളാണ് ഋഷി സുനകിനെതിരെയും അത് നിലവിലെ ഭരണകൂടത്തിനെതിരെയും ശക്തമായി പാർലമെൻറ്റിൽ ഉണ്ടായിരുന്നത്. പാർലമെൻറ്റിൽ ഒരു ശക്തമായ സാന്നിധ്യമായിരുന്നുവെങ്കിൽ കൂടി ശക്തമായ വിമർശനങ്ങൾ ഈ ഋഷി സുനകിനെതിരെ ഉണ്ടായിരുന്നു. അത് സാമ്പത്തിക പ്രശ്നങ്ങളെല്ലാം തന്നെയായിരുന്നു വിഷയം. ഈ അടുത്ത സമയങ്ങളിലാണ് 2% താഴെ പണപ്പെരുപ്പ് നിരക്ക് നിയന്ത്രിച്ചു നിർത്താനായതിൻ്റെ ഡാറ്റകളെല്ലാം തന്നെ പുറത്തു വന്നത്. അതിൻ്റെ നേട്ടം സ്വന്തമാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് വളരെ കൃത്യമായൊരു നീക്കം നടക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇന്ന് വളരെ കൃത്യമായി ഇതിന് മറുപടിയുമായി സ്റ്റേമർ രംഗത്തെത്തിയിട്ടുമുണ്ട്. അദ്ദേഹം പറയുന്നത് ഇതൊരു രാഷ്ട്രത്തിൻ്റെ ഒരു ട്രെൻഡാണ് കാണിക്കുന്നത് എന്നും അത്തരത്തിലുള്ള ട്രാൻസ്ഫോർമേഷൻ എല്ലാം തന്നെ ഉണ്ടാകാനുള്ള സാധ്യതയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകുന്നുവെന്ന ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്നത് അദ്ദേഹത്തിൻ്റെ ആ പ്രഭാഷണങ്ങൾ തന്നെയാണ്. അദ്ദേഹം പാർലമെൻറ്റിൽ നടത്തിയ പ്രഭാഷണങ്ങളാണ്. അദ്ദേഹം വളരെ കൃത്യമായി ഇതിന് മറുപടിയും പറയുന്നൊരു സാഹചര്യമുണ്ട്. നമുക്കിപ്പോൾ അറിയാവുന്നതാണ്, ഈ ബ്രിട്ടൻ നിലനിന്നിരുന്ന ആ ഒരു സാമ്പത്തിക അരക്ഷിതാവസ്ഥയെ പരിപൂർണമായും അല്ലെങ്കിൽ ഒട്ടുമുക്കാലും നേരിടാനോ അല്ലെങ്കിൽ അതിനെ കൈകാര്യം ചെയ്യാനോ ഋഷി സുനകിന് സാധിച്ചിരിക്കുന്നത് തന്നെയാണ് തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങാൻ കാരണമെന്ന് മനസ്സിലാക്കുന്നത്. വിവരങ്ങൾ നൽകിയത്.